ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കൈസിനെ കുറിച്ച് നെജിലയും അവളുടെ നാലാമത്തെ ഭർത്താവും കൂടി പച്ചത്തെറി പറയുന്ന ഒരു വീഡിയോയെക്കുറിച്ച് നമ്മളോട് ഷെരീഫ് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ദയവായി നിങ്ങൾ അത് മുഴുവനും കാണാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഷെരീഫിൻ്റെ ആ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഹായ്, സുഖല്ലേ? ഞാൻ 2-3 ദിവസമായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൈസിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് കൈസിൻ്റെ വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്ന നമ്മുടെ നജില ഷാൻ എന്നല്ലേ അവളെ പേര്. പുള്ളിക്കാരി ഭയങ്കര തെറി വിളിയാ. എന്താണ് റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ കൈസ് ഒരു ഫോട്ടോ കുട്ടിയുടെ വെച്ചു എന്ന് പറഞ്ഞിട്ട്, പക്ഷെ കൈസ് ബ്ലറാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതാ കൈസ് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് വിരോധമല്ല, ഇനി ബ്ലറാക്കിയിട്ട് ഞാൻ വെക്കണില്ല, കുട്ടികളുടെ അല്ലേ, കുട്ടികളുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും ഒരു പരിഗണന കാണിക്കണം, കുട്ടികളെ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ പക്ഷെ ഈ കൊണ്ടുവന്നതാരാ? ഇവരൊക്കെ തന്നെ. ഇവള് മറ്റേ ആദ്യത്തെ ഒരു ഭർത്താവിന്റെ കൂടെ, പിന്നത്തെ ഒരു ഭർത്താവിന്റെ കൂടെ, പിന്നെ അതിൽ തന്നെ സെക്കൻഡ്, ഫസ്റ്റ്, തേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു 3-4 ചാനലായിക്കണം ഇപ്പോൾ. ഇതിൽ മുഴുവൻ ഈ കഥകൾ തന്നെ പറയണത്. ബിസ്മിയിൽ കള്ളുടിച്ചെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ, വേണമെങ്കിൽ ഒന്ന് കണ്ടോളി. അതേമാതിരി തന്നെയാണ് ഇവളുടെ അവസ്ഥ. എന്ത് അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്കും സുഖമാണ്, നിങ്ങൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ട് തുടങ്ങും അങ്ങോട്ട് പെരിഞ്ചാതി തെറി. ഇവർക്കൊക്കെ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് തെറി വിളിക്കാം, എന്തും ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. അറിയാതെ നമ്മുടെ വീഡിയോയിലൊക്കെ അങ്ങനെ കുട്ടികളുടെ തലയോ മറ്റേ വാലോ മുഖോ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. നമ്മളൊക്കെ ഇവർക്ക് എതിരെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ ആദ്യം വീട്ടിൽ പോയിട്ട് നമ്മളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അല്ലെ. ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ചെറിയ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അവരുടെ മക്കളോ കുടുംബോ ഒന്നും പ്രശ്നമല്ല. നമ്മളെന്തെങ്കിലും ഇതിന് മറുപടി പറഞ്ഞോ അത് വലിയ പ്രശ്നമാണ്. എന്തായാലും കൈസിനെതിരെയുള്ള വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടിക്കണമെന്ന് അറിയില്ല. പിന്നെ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്, എന്നിട്ട് അതിന് മറുപടി വരാം. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്ക് മക്കൾക്ക് സുഖാണ്. കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് സൗണ്ട് കുറച്ച് എന്തോ ഒരു കംപ്ലൈന്റ് വന്നു പോയി. അത് എന്റെ കയ്യിലെ മിസ്റ്റേക്കാണ്. സൗണ്ടിന്റെ കാര്യത്തിൽ മാത്രല്ല മകളെ, ഈ കാണിക്കുന്നത് സകലതും എന്റെ കയ്യിലെ മിസ്റ്റേക്കാ. പിന്നെ എന്ത് സൗണ്ട് അല്ലെ? ബാക്കി പറ. ഞാന് പാട്ടിന്റെ കേബിള് കണക്ട് ചെയ്തിട്ടാണ് വീഡിയോ പിടിച്ചത്. പിന്നെ രണ്ടാമത്തെ വട്ടമാണ് എന്റെ കുഞ്ഞിന്റെ ഫോട്ടോ വെച്ചേക്കുന്നത്. ഇസ്മി കൈസിന്റെ അടുത്താണ് പറയണത്. ഇപ്പൊ ഷാൻ വീഡിയോ ഇട്ടാല് ചോദിക്കും നിനക്ക് എന്തടാ കാര്യം എന്ന് ചോദിക്കും. അപ്പൊ എനിക്കാവുമ്പോ പറയാം, ഞാൻ പറയാണ്, എന്റെ മകളെ ഫോട്ടോ നീ വെക്കരുത്, നീയും ഒരു ഇസ്ലാമിൽപ്പെട്ട ഒരാളാണ്, നിനക്കും ഒരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ നിന്റെ കുട്ടിയുടെ കാര്യമാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ നീ വെക്കോ? നിനക്ക് സത്യാവസ്ഥ എന്തെന്ന് അറിയാമോടാ? നിനക്ക് ഞാൻ വാണിങ്ങുമായിട്ട് നെജില വന്നിട്ടുണ്ട്. മക്കളെ, സ്വന്തം കുഞ്ഞിനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അപമാനിക്കുന്ന ഇവളാണോ കൈസിനെ നന്നാക്കാൻ നോക്കുന്നത്? ഇവൾക്ക് എന്തും പറയാമെങ്കിൽ കേൾക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ മറുപടി കൊടുക്കാനുള്ള അവകാശമില്ലേ? എന്തായാലും ഷെരീഫ് അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കൂട്ടോ. എന്തായാലും ബാക്കി കേൾക്കാം. നിനക്ക് ഞാൻ പലതവണ വാർണിംഗ് തന്നതാണ്. തന്നിരുന്നു, പക്ഷെ അത് വാണിംഗ് ആയിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല. എന്തായാലും ഞാൻ അവനോട് പറയാം, ബാക്കി പറ. നീ മക്കളെ ഫോട്ടോ വെക്കരുത്, മക്കളെ ഫോട്ടോ വെക്കരുത്, മക്കളെ ഫോട്ടോ വെക്കരുത് എന്ന് നിന്റെ അടുത്ത് പലതവണയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളെ ഫോട്ടോ വെക്കരുതെന്ന്. അതിനൊക്കെ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ചൈൽഡ്, അവര് പറഞ്ഞത് ഇനി കുട്ടിയുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. അത് ഞങ്ങളോടല്ല പറഞ്ഞേക്കണേ, നിന്നോടും അവനോടും പറയണേ. നിന്റെ 4-മത്തെ 5-മത്തെ എത്രാമത്തെ ഭർത്താവ് ഇപ്പൊ ഉള്ള നിലവിലെ, അവനോടും നിന്നോടാ പറഞ്ഞിട്ടുള്ളത്, നാട്ടുകാരോടല്ല ചൈൽഡ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളാണ് ആ ചെറിയ മക്കളുടെ മുമ്പിൽ വെച്ച് അത്രയും അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇവളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അവരൊക്കെ പിന്നെ മോശക്കാരാ. എങ്ങനെ ഇപ്പൊ എന്റെ വീട്ടുകാരെ കുറെ പറഞ്ഞില്ലേ, അതേമാതിരി തന്നെ ഇപ്പൊ കൈസിന്റെ വീട്ടുകാരി. ഇവർക്ക് എവിടുന്ന് ഈ കഥകൾ കിട്ടണമെന്നൊരു പിടുത്തമല്ല. എന്തായാലും ബാക്കി കേൾക്കാം. നിനക്ക് റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നീ എന്റെ കാര്യം ഫോട്ടോ വേ, ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. നീ മോളെ ഫോട്ടോ റിമൂവ് ആക്കണം, 2 ഫോട്ടോ നീ റിമൂവ് ആക്കണം. അല്ലെങ്കിൽ നമ്മൾ നിയമത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകും, കൊച്ചിനെയും കൊണ്ട് തന്നെ പോകും. കാരണം എന്ന് വെച്ചാൽ നിനക്ക് ഫോട്ടോ വെക്കാൻ, കാരണം എന്റെ ചാനലിൽ അവളെ ഹാപ്പിനെസ് ആയിട്ട് ഇരുന്നിട്ടുള്ള ഫോട്ടോസാണത്.
നീ അത് എടുക്കേണ്ട കാര്യമില്ല. ഈ ഇറ്റ്സ് മീ കൈസിന്റെ നമ്പർ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പിൽ ഷെയർ ചെയ്യണേ. എന്റെ ചാനലിന്റെ മുകളിൽ കിടപ്പുണ്ട് നമ്പർ. അല്ല, ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോ. 9846-2345-32. അതിൽ കോണ്ടാക്ട് ചെയ്ത് തന്നാലും മതി. കാരണം ഇവന് ജനങ്ങളെ മുമ്പ് തെറ്റിദ്ധാരണയില് വലിയ ആളെന്ന നിലയ്ക്ക് കൊത്തലേനെ പോലെ വന്നിരുന്നു കൊഞ്ഞുഞ്ഞുഞ്ഞെന്നും പറഞ്ഞുകൊണ്ട്. നിന്റെ കുടുംബ ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്ത് പബ്ലിക്കിലിട്ട് കുറ്റി പൈസ ഉണ്ടാക്കടാ. പറയും പോലെ ആരും ആരെയും തിരഞ്ഞു പോകുന്നില്ല. നിന്നെ കേസ് വന്നിട്ട് തിരഞ്ഞു വന്നിട്ടല്ല ഈ വീഡിയോ കേസ് ചെയ്യുന്നത്. നീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വായിക്ക് തോന്നുന്നതെല്ലാം വിളിച്ച് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ എന്താണ് ഇവരെ പോലത്തെ ആളുകൾ പറയേണ്ടത്? എന്തായാലും ഷെരീഫ് പറയുന്ന ആ വാക്കുകളൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഓന്റെ കുടുംബം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കളിക്കണില്ല, അവൻ മാത്രമേ കളിക്കണുള്ളൂ. അവനാന്റെ വീടിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ അവനാന്റെ വീടിന്റെ ഉള്ളില് അവിടെ ആ അകത്ത് വെച്ച് തീർക്കാൻ കഴിയണം. അതിനാണ് നല്ല ഫാമിലി എന്ന് പറയാ. എന്നിട്ട് പറയാ എന്റെ കുടുംബക്കാരിടറാ, ഞങ്ങളിൽ ഇടപെടണ്ട. നിങ്ങളിൽ ഇടപെടുന്ന പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടല്ല ഇതൊന്നും റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഓരോ ദിവസം ദാ ഷാൻ വന്നു, ദാ ഷാൻ പോയി, ഇന്ന് ഷാന് കുടിച്ചിക്കണു, ഇന്ന് ഷാന് വലിച്ചിക്കണു, ഇങ്ങനെ പറഞ്ഞ് മെസ്സേജ് മറ്റേ വീഡിയോസ് ഇട്ടിരുന്നത് നീയാ. അപ്പൊ ആ നിനക്കെതിരെ തന്നെ കൈസ് സംസാരിച്ചിട്ടുള്ളത്. അതിലെന്താ തെറ്റ്? ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും. നിന്റെ ഒരു കമന്റ് എടുത്ത് നോക്കിയേ, ഒരാള് നല്ലത് പറയുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാ? നിന്റെ മോശത്തരം കൊണ്ട്. ബാക്കി പറ. യോഗ്യത പറ്റിയൊരു ഉടായിപ്പ് കിട്ടുവാൻ എന്റെ കൊച്ചുങ്ങള് അതാ ആറ്റുനോറ്റ് കിട്ടിയ ഓരോ സന്തതി. ഇതിനെല്ലാം കാരണം എന്താണെന്നറിയാമോ? ആ റഹീമിന്റെ വരവ്, അവന്റെ റഹീമിന്റെ വോയിസ് കുടിച്ചും വല്ലാത്ത റഹീമിന്റെ ഗതികേടാ, വല്ലാത്തൊരു ഗതികേട്. അന്ന് ഇന്നെ പറയുന്നതിന്റെ അടിയിക്കും അതവിടെ നിർത്തിയിട്ട് റഹീമിന്റെ മണ്ടക്ക് കയറി. ഇപ്പൊ കൈസിനെ പറയുന്നതിന്റെ അടിയിക്കും അവിടെ നിർത്തിയിട്ട് ഇത് 24 ഊണിലും ഉറക്കത്തിലും റഹീമെന്ന് ആലോചിച്ച് നടക്കുള്ളൂ സ്ത്രീ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ? ബാക്കി പറ. കൂടിച്ചും പെടുത്ത് നടക്കണ സ്വന്തം കുടുംബം പോലും നോക്കാത്തവനെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിന്റെ നീ മറ്റുള്ളവർക്ക് പറഞ്ഞു. നീ വന്ന് കണ്ണാടി വണ്ടി ഇങ്ങനെ ആകൂല കണ്ണൊക്കെ ഉരുട്ടിട്ട് നിന്റെ അടുത്ത് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നമ്മളെ മക്കളാ. അതിനിപ്പം 4 മക്കളുണ്ട് ഇവിടെ ദുനിയാവില്. ഒന്ന് ഷിജാസ്, ഒന്ന് മസ്റൂറ, മുഷ്താഖ്, ഇവരെല്ലാരും ഉണ്ട്. നീ മക്കളെ ഫോട്ടോ ഇടണ്ട. നിന്നെ തേടി നമ്മൾ വരുന്നതുമില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ചെപ്പീനാരടുത്ത് പറയാനുള്ളത്, നീ ഇനി എന്ത് കുന്തം കാണിച്ചെന്ന് പറഞ്ഞാലും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമുക്ക് രണ്ടുപേർക്കും നിങ്ങൾക്ക് ഒരു ബാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇത്ര സീരിയസ് ആക്കി എടുക്കണേ? ഇപ്പൊ പറഞ്ഞ തെറിയില്ലേ? അവിടെ വേറെ ഇല്ലേ ചെറിയ മക്കളെ? ഇതൊക്കെ നിങ്ങൾ മാതൃകയായിരിക്കും അല്ലേ? ബാക്കി പറ. മാനസിക രോഗമാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണ്. നിനക്കൊരു രോഗവും ഇല്ലല്ല. നീ എല്ലാരെയും രോഗക്കാരിയും രോഗക്കിടക്കയിലാക്കുന്നോളല്ലേ. അപ്പം എനിക്ക് പറയാനുള്ളത്, പിന്നെ വേറെ നീ റീച്ചിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ ദഹിച്ചോടാ. നിന്റെ പെണ്ടാട്ടിക്കും നിന്റെ മക്കൾക്കും കേറ്റാൻ കൊടുക്കുമ്പോ ഇവിടെ പോയി കിളച്ചുണ്ടാക്കടാ. ആരാപ്പ ഈ പറയുന്നേ? അതാപ്പ ഞാൻ ആലോചിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് ഒരു മാപ്പിള, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വേറൊരു മാപ്പിള, ബാക്കിൽ നിന്ന് വേറൊരു മാപ്പിള, ഫ്രണ്ടിൽ നിന്ന് വേറൊരു മാപ്പിള, അതിന്റെ അടിയിൽ കൂടെ ഒപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ വേറൊരു മാപ്പിള. ഇതിനൊക്കെ വെവ്വേറെ അക്കൗണ്ടും. എന്താ പറയണേ? പോയി കളച്ചുണ്ടാക്കടാ. ശരി. എന്നാ വീഡിയോക്കാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമുള്ള എൻ്റെ പൊന്നുമോളെ, നീയും നിന്റെ ഈ കോന്തൻ ഭർത്താവും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് വായി തോന്നിയത് എന്തും പറയാൻ ഉള്ള സ്ഥലമല്ല ഈ സോഷ്യൽ മീഡിയ. സ്വന്തം മോളെ, 10 വയസ്സുള്ള ഒരു മോളെയാണ് നീ എന്തൊക്കെ പറഞ്ഞത്, സ്വന്തം പെറ്റുമ്മായെ. അതിൻ്റെ മേലക്കൊന്നുമില്ലല്ലോ കൈസ് ചെയ്തത്. എന്തായാലും ഷെരീഫ് പറഞ്ഞൊന്ന് കേൾക്കണേ. മറ്റുള്ളവരെ കുടുംബജീവിതം, ഒരു ഷാജിദ, ഒരു നെജില, അതേപോലെ തന്നെ പല പെൺപിള്ളേരെ. ഈ മര്യാദക്ക് പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ് അവള്, കുഞ്ഞു മോളാണ്. ഫോട്ടോ റിമൂവ് ചെയ്ത് കുട്ടിയുടെ കാര്യല്ലേ? ഞാനൊന്ന് പേടിച്ചു. ആർക്കപ്പ ഈ പ്രായപൂർത്തിയാവാത്തത്? അവളെ ഫോട്ടോ നീ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 2ാമത്തെ തവണയാണ് വാർണിംഗ് വരുന്നത്. ഞാൻ നിന്നെ വിളിക്കാൻ നിനക്ക് നീ കൊറേ ആയി എന്റെ നീ ഊമ്പോ തുടങ്ങി. ഇജ്ജ് അവനെ പറ, ഇജ്ജ് ആരടാ? ഇജ്ജ് ആണുങ്ങളെ പോലെ ജീവിക്ക്. നിന്റെ അവളെയൊക്കെ അക്രമം കാരണല്ലേ ആ കുട്ടീനെ ചൈൽഡ് കെയർ വന്ന് കൊണ്ടുപോയത്. നിന്റെയൊക്കെ വാ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന സംസാരങ്ങൾ ഇതല്ലേ? ഇതൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ കുട്ടികൾക്ക് നല്ല മാതൃകയാണല്ലേ നിങ്ങൾ കൊടുക്കുന്നത്?
പിന്നെ കൈസ് ഒരു ഫോട്ടോ ബ്ലർ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞതാണ് നിങ്ങളെ ഏറ്റവും വലിയ വിഷയം. ഔ സംഭവം തന്നെ ഞങ്ങള് പറ. മതിയായില്ലേ? പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാല് നമ്മളെ മക്കളെ നിനക്കെടുത്തോണ്ട് ഇടേണ്ട കാര്യമില്ല. നീ നമ്മളെ ഇട്ടോ, നമ്മുടെ രണ്ടുപേരെ ഫോട്ടോ ഇട്ടപ്പോഴും നമ്മളൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ബേക്കിൽ നിന്ന് വന്നിട്ടുമില്ല. നീ എത്ര പ്രാവശ്യം ഇട്ട്? ആ ഈ ചങ്ങായി എവിടുന്ന ഈ വരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യം പറയുമ്പോ ഒരാള് പറയും ഇതാ പോയി, ഇതാ വന്നു, ഇവിടെ പോയി, അവിടെ വന്നു, നമ്മളെല്ലാം മിണ്ടിയാ. നിനക്ക് നാളെ ഞാൻ കാണിച്ചു തരാം നിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. നീ ഏത് നാട്ടുകാരനാണെന്നും ബാക്കി കാര്യങ്ങളാണെന്നും കുറെ റിയാക്ഷൻകാരങ്ങ് ഇറങ്ങി വെക്കണം. അത് ഇനിയും കൂടി ഉദ്ദേശിച്ചാന്നാ തോന്നുന്നത്. റിയാക്ഷൻ വീഡിയോക്കാർ ഇറങ്ങിയിരിക്കണു പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോക്കാർ മുഴുവൻ തെങ്ങുമെന്നും അല്ലായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങി വരാന്. നിങ്ങളെ പോലത്തെ ഒരു സോഷ്യൽ മീഡിയക്ക് കുടുംബം മറ്റേ കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ തെറി വിളിക്കും. ഒരു എന്താ പറയാ, നമ്മളെ മലയാളികൾക്ക് പറ്റാത്ത സംസ്കാരം ആയിട്ട് ഉള്ള ജീവിതം കാണുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് മോശക്കാരാവും. കാരണം അത് നിങ്ങളുടെ എന്താ കുറവുകൾ പറയല്ലേ. നിങ്ങൾക്ക് ഇതൊക്കെ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ പറയാൻ റൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കും ഉണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ കൂട്ടുകാരെ. അടുത്ത വീഡിയോ കാണും വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സലാം.